എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. വിശാഖം നക്ഷത്രക്കാർക്ക് സമ്പൂർണ്ണ വിഷുഫലം എങ്ങനെയാണെന്ന് നോക്കാം. ഈ വരുന്ന ഏപ്രിൽ 2025 മുതൽ ഏപ്രിൽ 2025 മുതൽ വരുന്ന 2026 ഒരു വർഷക്കാലത്തെ ഫലമാണ് പറയുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലത്തെ സമ്പൂർണ്ണ വിഷുഫലം എങ്ങനെയാണ് എന്ന് നോക്കാം. Four of Swords, Four of Wands, Justice, Knight of Pentacles, Three of Swords and Two of Wands. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 4 of Swords and 3 of Swords എനർജി കണക്ഷൻസ് ആണ്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് കുറച്ചധികം നിങ്ങളിപ്പോൾ ഒരു സ്ട്രെസ് അനുഭവിക്കുന്നു, നിങ്ങളുടെ ഒരു കുറച്ചധികം ഈഗോ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ കുറച്ചധികം വൈരാഗ്യം നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളെ ആരോ വിഷമിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ഒരു ഉപദ്രവകരമായിട്ടുള്ള ഫിസിക്കലി മെൻ്റലി ഏതെങ്കിലും തരത്തിൽ ഭയങ്കര അധികം ഉപദ്രവിച്ചിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോട് പ്രതികാരം ചെയ്യണമെന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഉള്ളതായിട്ട് കാണിക്കുന്നു. അപ്പോൾ അതൊരു ആ ഒരു എനർജി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നിങ്ങളെ അലോസരപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ആരോടോ ഒരു ദേഷ്യമുണ്ട് എങ്കിൽ അതിന് ഒരു വ്യക്തിയോട് ആ ഒരു ദേഷ്യം മനസ്സിൽ വച്ച് പുലർത്താതെ ഇരിക്കുക. തീർച്ചയായിട്ടും അത് എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്തോറും അത് നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം ഒന്നുകിൽ അത് പ്രതികാരം ആയിട്ട് ഫീൽ ചെയ്യുന്നതായിരിക്കും. കാരണം ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സങ്കടം ഭയങ്കരമായിട്ട് ദേഷ്യമായിട്ട് മാറി പിന്നെ അവരോട് പ്രതികാരം ചെയ്യണം എന്നുള്ളൊരു ചിന്തയായിരിക്കാം. ചില ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സങ്കടമായിരിക്കും ഇത്രയും വിശ്വസിച്ച ആ ഒരു വ്യക്തി നിങ്ങളോട് ഇത് ചെയ്തല്ലോ എന്നുള്ളത്. എന്ത് തന്നെയായാലും നിങ്ങളെ അത് വല്ലാതെ അലട്ടുന്നുണ്ട്. അത് ഒരു നെഗറ്റീവ് എനർജിയാണ്. 4 of Swords and 3 of Swords എനർജി പറയുമ്പോൾ അത് നിങ്ങൾക്ക് മാനസികമായിട്ടുള്ളൊരു നെഗറ്റിവിറ്റി തരുന്നു. പിന്നീട് അത് ശാരീരികമായിട്ട് നിങ്ങളെ ബാധിക്കാം. കാരണം ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സും അല്ലെങ്കിൽ ആങ്സൈറ്റി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു നെഗറ്റീവ് ഫീലിംഗ് ആണ് മനസ്സിൽ. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ മനസ്സും നിങ്ങൾക്കൊരു റീജനറേഷൻ, ഒരു റീബർത്ത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ നല്ല നല്ല ഫ്രണ്ട്ഷിപ്പ്, നല്ല സൗഹൃദങ്ങൾ, നല്ല ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുക. നല്ല സൗഹൃദങ്ങൾ, ആളുകളുമായിട്ട് സംസാരിക്കുക, പുതിയ പുതിയ ആളുകളായിട്ടും നല്ല ഫ്രണ്ട്ഷിപ്പ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ അതിലൂടെയും യാത്രകളിലൂടെയും ഒക്കെ നിങ്ങളെ തിരിച്ചു പിടിക്കേണ്ടുന്ന ഒരു വർഷമാണ് ഈ വർഷം. നിങ്ങളെ ആ പറയുന്ന വ്യക്തികൾ ഒരു പക്ഷെ നിങ്ങളെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ നിങ്ങൾ ഒന്നും കൂടി അത് ആലോചിച്ചിരുന്ന് സങ്കടപ്പെട്ടാൽ അവർക്കൊന്നും സംഭവിക്കുന്നില്ല, മറിച്ച് നിങ്ങളുടെ ജീവിതമാണ്. അപ്പോൾ ഫോക്കസ് മേജർ ട്രാൻസ്ഫോർമേഷനാണ്. ആ ഒരു ട്രാൻസ്ഫോർമേഷനിൽ നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യാം. അത് ഈ ഒരു ഏപ്രിൽ മാസം തന്നെ തുടങ്ങാം. അപ്പോൾ ഏപ്രിൽ പകുതിക്ക് ശേഷം നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു റിയലൈസേഷൻ ഉണ്ടാവുകയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത്. അത് നിങ്ങൾക്ക് വർക്കൗട്ട് ആവുന്നില്ല എങ്കിൽ അത് അവിടെ നിർത്തി ലൈഫിൽ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ലൈഫിൻ്റെ ഒരു ഫേസ് മാത്രമായിരുന്നു, അത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക. ഇപ്പോൾ ഡിവോഴ്സ് നടന്നത് അവരായിരിക്കാം ചിലപ്പോൾ അടുത്തിടയ്ക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ബ്രേക്കപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റ് ഫ്രണ്ട്സിൻ്റെ ഭാഗത്തുനിന്നോ എന്ത് വേണമെങ്കിലും ആവട്ടെ, അത് കഴിഞ്ഞൊരു അധ്യായമാണ്. അത് ആലോചിച്ചിരുന്ന നിങ്ങളുടെ മനസ്സ് മുരടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. 4 of Wands and Knight of Pentacles എനർജിയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പൊതുവെ വിദ്യാഭ്യാസ കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പോസിറ്റീവ് എനർജിയാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യം മാത്രമല്ലാതെ നിങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചും ഫിനാൻസ്, ബഡ്ജറ്റിങ് ഇതിനെയൊക്കെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾ വളരെയധികം ഉത്സാഹത്തോട് കൂടിയിട്ട് പൊതുവേ നിങ്ങൾ വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന വ്യക്തിയാണെങ്കിലും ഇനി പഠിത്തത്തിലധികം താല്പര്യമില്ലാത്ത വ്യക്തിയാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും നിങ്ങളിപ്പോൾ കൂടുതൽ എങ്ങനെ ഈ പഠിത്തത്തോടൊപ്പം തന്നെ എങ്ങനെ സാമ്പത്തിക ഭദ്രത നേടാം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ തന്നെ ചെറുതായിട്ട് സൈഡായിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികം മുന്നോട്ടേക്ക് പഠിക്കുന്ന കാര്യമാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും
ഇപ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഒരു ചെറിയ ബിസിനസ്സോ അതുപോലുള്ള കാര്യങ്ങളോ, ചിലപ്പോൾ വീക്കെൻഡിൽ വർക്ക് ചെയ്യുന്നതോ നൈറ്റിൽ വർക്ക് ചെയ്യുന്നതോ അതുപോലെ എന്തെങ്കിലും ജോലി ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക മാത്രമല്ല അതിനുവേണ്ടി ആക്ഷൻ എടുക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ജീവിതം ആസ്വദിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വാങ്ങിക്കുകയും നിങ്ങളുടെ സൗഹൃദങ്ങൾ സ്കൂൾ കോളേജ് കാലഘട്ടത്തിലുള്ള സൗഹൃദങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോവാം. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതോടൊപ്പം തന്നെ നിങ്ങൾ വളരെ ഉത്തരവാദിത്വ ബോധമുള്ള വ്യക്തികളായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതായത് ഈ പറയുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ധനം നിങ്ങൾ തന്നെ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തർ പാർട്ടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങളോ ഷൂസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വില കൂടിയ കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അതിന് മാതാപിതാക്കളെ ആശ്രയിക്കുക, നിങ്ങൾ സ്വന്തമായിട്ട് സാമ്പത്തികം ഉണ്ടാക്കി അതിലൂടെ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്കും അതേപോലെ പാരൻസിനും ഒരുപോലെ അഭിമാനിക്കാൻ പറ്റുന്ന അവസരം ഉണ്ടാക്കുകയാണ്. നിങ്ങളായിട്ട് അധ്വാനിച്ചിട്ട് എന്നുള്ളതിൻ്റെ ഒരു തൃപ്തിയും ഇവിടെ കാണുന്നുണ്ട്. അത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. അതേപോലെ വീടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇപ്പോൾ വീടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഫൈനലി സ്വന്തമായിട്ടൊരു വീട് വയ്ക്കുന്ന വർഷമായിരിക്കും ഈ ഒരു വർഷം. ഇപ്പോൾ നിങ്ങൾ കുറച്ചധികം നാളായിട്ട് വീടിനെക്കുറിച്ച് ചിന്തിക്കുന്നു. അപ്പോൾ വീട് എപ്പോൾ വയ്ക്കണം, എങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പറയുന്ന വർഷക്കാലം വീട് വയ്ക്കാൻ പറ്റിയൊരു നല്ലൊരു സമയമാണ്. അപ്പോൾ വീട് വയ്ക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ പറ്റിയ സമയമാണ്. ചില ആളുകൾ ഓൾറെഡി വീട് വച്ച് അല്ലെങ്കിൽ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ വീട് പണിയൊക്കെ പൂർത്തിയാക്കി ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ടായിരുന്നെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ ഇപ്പോൾ അകലുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീട് പണി പൂർത്തിയാക്കി ഈ വർഷം തന്നെ കയറി താമസിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ഒരു സെലിബ്രേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ സങ്കടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ സങ്കടങ്ങളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ടേക്ക് പോവുക. സങ്കടവും സന്തോഷവും രണ്ടും ജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ സങ്കടങ്ങൾ വരുമ്പോൾ അത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് മുന്നോട്ടേക്ക് പോവുക. സന്തോഷം വരുമ്പോൾ അതും ആസ്വദിച്ചിട്ട് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ജസ്റ്റിസ് ആൻഡ് 3 ഓഫ് സോർഡ്സ് എനർജിയാണ്. അപ്പോൾ ഇവിടെ പറയാനുള്ളൊരു കാര്യം ലീഗൽ മാറ്റേഴ്സിൽ വിജയസാധ്യതയുണ്ട്. അപ്പോൾ അതായത് നിയമപരമായിട്ട് കേസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ വിജയസാധ്യതയുള്ളൊരു വർഷമായിരിക്കും. കേസിൽ കാര്യങ്ങളിലൊക്കെ വിജയിക്കുന്നതിൻ്റെ ഒരു തൃപ്തിയും സന്തോഷമൊക്കെ നിങ്ങൾക്ക് അനുഭവയോഗ്യമാകുന്ന സമയമാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത്. ഓൾറെഡി ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചാണ് നിങ്ങളുടെ മാതാപിതാക്കളുടെ മറ്റോ സ്വത്തോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ മുത്തശ്ശി അതുപോലെ അവരുടെയൊക്കെ സ്വത്ത് അവർ മാറ്റിവെക്കുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ അവരുടെ സഹോദരങ്ങളോ മറ്റോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സഹോദരങ്ങളുടെ ഇടയിലുള്ള തർക്കങ്ങൾ, സ്വത്ത്, വസ്തുക്കൾ കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിൽ ന്യായത്തിൻ്റെ നിങ്ങളുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ ന്യായത്തിൻ്റെ ഭാഗത്തായിട്ട് വിധി വരുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്ന ആ ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ 4 ഓഫ് വോൺസ് ആൻഡ് 2 ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആളുകളാണെങ്കിൽ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് ഊന്നൽ കൊടുക്കുക. പിന്നെ ആവശ്യത്തിൽ കവിഞ്ഞ്, അതായത് പണിയെടുക്കാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിലാണ് അമിതമായിട്ട് പണിയെടുക്കാതിരിക്കുക. സ്വന്തം ആരോഗ്യമൊന്നും നോക്കുക. ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്ന പണി എടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓവറായിട്ട് പണിയെടുക്കാതിരിക്കുക എന്നുള്ളത്. ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, നടക്കുക, വേണ്ട പോലെ ഓരോരുത്തരും അവരുടെ പ്രായത്തിനൊത്തുള്ള രീതി, പ്രായത്തേക്കാൾ കൂടുതൽ അവരുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ പ്രായമായിട്ടുള്ള ആളുകളൊക്കെ കുറച്ച് പിടിവാശി കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതായത് അവരുടെ ആരോഗ്യം ക്ഷയിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ മരുന്ന് കഴിക്കാനോ അല്ലെങ്കിൽ ഓവറായിട്ട് പണിയെടുക്കരുതെന്നൊക്കെ പറയുമ്പോൾ ഒരു വാശി കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ ആര് പറഞ്ഞാലാണോ കേൾക്കുന്നത് അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് പറയിപ്പിക്കുകയോ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാം. അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന ഒരു വർഷം കൂടിയിട്ടാണ്. അപ്പോൾ അത് പല കാര്യങ്ങൾ, ഒന്നുകിൽ പാരൻസിൻ്റെ സംബന്ധിച്ച് നിങ്ങളുടെ അച്ഛനമ്മമാരോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോ സംബന്ധിക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള തീരുമാനങ്ങളായിരിക്കും. അപ്പോൾ അവരുടെ ആരോഗ്യമോ അവരുടെ സ്കൂൾ കോളേജ് കാര്യങ്ങളോ സംബന്ധിക്കുന്ന അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ അവർ ബോർഡിങ്ങിലോ അല്ലെങ്കിൽ ഹോസ്റ്റലിലോ മറ്റു രാജ്യത്തോ ഒക്കെ വിട്ട് പഠിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാവാം. മാതാപിതാക്കളുടെ പൊതുവെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കാം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നത്.
വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ കുറച്ച് സന്തോഷമുള്ള സമയമാണ്. സൗഹൃദങ്ങൾ ഇപ്പോൾ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം പഴയ ഫ്രണ്ട്സിനെയൊക്കെ കാണുന്നൊരു ഒത്തുചേരലിൻ്റെയും കോളേജ് റീയൂണിയൻസ്, അതുപോലെ സ്കൂൾ കോളേജ് റീയൂണിയൻ, അതിൻ്റെയൊക്കെ സമയമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.